തുടക്കത്തിൽ ആദ്യ 2 മത്സരങ്ങൾ നമ്മൾ ജയിക്കുന്നു, പിന്നാലെ 3 മത്സരങ്ങൾ പരാജയപ്പെടുന്നു. ദക്ഷിണാഫ്രിക്കയോട് നമ്മൾ തോൽക്കുന്നു. ക്രൂഷ്യൽ മാച്ചിൽ നമ്മൾ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തുന്നു. സെമി ഫൈനലിലോളം പോന്ന ഒരു വലിയ ജയം ഓസീസിനെതിരെ നേടുന്നു. ജമീമ റോഡ്രിഗസ് കൃത്യമായ സമയത്ത് കളിക്കുന്നു. സ്മൃതി മന്ദന തുടക്കത്തിൽ ഫോമിലായിരുന്നില്ല, പിന്നീട് ഫോമിലേക്ക് വരുന്നു. ഹർമന്റെ ഒരു മികച്ച ഇന്നിങ്സ് നമ്മൾ കണ്ടില്ല, പക്ഷേ നമ്മൾ സെമിയിൽ അത് കണ്ടു. ക്രാന്തി ഗൗഡിന്റെ മികച്ച ബൗളിംഗ് പ്രകടനം, ശ്രീചരണയുടെ സ്പിൻ കുഴി, ചതിക്കുഴി, ഇതിലൊക്കെ ഈ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റർമാർ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മറുവശത്ത് ലോറ വോൾബോട്ടും നദേൻ ഡി ക്ലർക്കും മാരിസാൻ കാപ്പും അടങ്ങുന്ന സംഘമുണ്ട്. ഈ താരങ്ങളെ തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ നമ്മളുടെ സാധ്യതകൾ എങ്ങനെയായിരിക്കും? അതിശക്തമായ 2 ടീമുകൾ തന്നെയാണ്. ഇതിൽ ഒരു തുലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 ടീമും ഒരുപോലെ ശക്തമായ ടീമുകൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ദക്ഷിണാഫ്രിക്കയുടെ ടീം 69 റണ്ണിൽ ഓൾ ഔട്ടായ ആദ്യ മത്സരം ഇംഗ്ലണ്ടിൽ നിന്നും കിട്ടിയ തിരിച്ചടി, അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഫീനിക്സ് പക്ഷികൾ തന്നെയാണ് സൗത്ത് ആഫ്രിക്ക. വളരെ ശക്തമായി തിരിച്ചു വന്ന അതിൽ നിന്നും 69 റൺ ഓൾ ഔട്ട് എന്ന് പറയുന്ന വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നും 125 റണ്ണിന്റെ വലിയ വിജയം, അതേ ടീമിനോട് തന്നെ മത്സരിച്ച് അവരെ തോൽപ്പിച്ച ആ വലിയ വിജയം, അതിനു പിന്നിൽ ലാറ വോൾവാർഡ് എന്ന അവരുടെ മികച്ച ക്യാപ്റ്റന്റെ ആത്മവിശ്വാസം ഇന്നലെ പ്രസ് കോൺഫറൻസിൽ ഞങ്ങൾ കണ്ടതാണ്. അവർ വളരെയധികം തയ്യാറെടുപ്പുകളോട് കൂടി തന്നെയാണ് വരുന്നത്. കാരണം 169 റൺ സെമി ഫൈനൽ പോലൊരു ക്രൂഷ്യലായ ഒരു വേദിയിൽ വെച്ച് 169 റൺ, അതും വെറും 143 പന്തുകളിൽ നിന്നും 8 4-ന്റെയും 5 6-ന്റെയും പിൻബലത്തിൽ അവർ നേടിയ അത്രയും വളരെ മനോഹരമായ ഒരു ഇന്നിങ്സ്. 20 ഫോറുകളാണ് നേടിയിരിക്കുന്നത്. അത്രയും മനോഹരമായ ഒരു ഇന്നിങ്സ്. അതുകൂടാതെ അവരുടെ ഈ ഒരു ഇന്നത്തെ ഈ ലോകകപ്പിൽ 470 റണ്ണുകൾ എടുത്ത് അവർ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. ബാറ്റിംഗ് സ്മൃതി മന്ദാനയെയും പിന്നിലാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5000 റൺസിന്റെ ക്ലബിലേക്ക് അവർ ആദ്യമായി ചേർന്നിരിക്കുകയാണ്. ആദ്യ സൗത്ത് ആഫ്രിക്കൻ വനിതയാണ് 5000 റൺസ് പിന്നിടുന്ന. ആ രീതിയിൽ അത്രയും ശക്തമായ ഒരു ബാറ്റിങ്ങിന് ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന ഒരു ക്യാപ്റ്റനാണ് ലോറ വോൾവാർഡ്. തുടർന്ന് വരുന്ന നദീൻ ഡി ക്ലർക്ക്, ഒരിക്കലും തള്ളിക്കളയാനാവാത്ത ഒരു ഓൾറൗണ്ടറാണ് നദീൻ ഡി ക്ലർക്ക്. സെമിയിൽ നമ്മൾ കണ്ടതാണ് നദീന്റെ മികച്ച പ്രകടനം. അവര് 54 റൺസ് എടുത്തു, 84 ബോളിൽ നിന്നും 84 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന് ഇന്ത്യൻ ബൗളിങ്ങിനെ ശക്തമായി നേരിട്ട ഒരാളാണ്. കൂടാതെ ഒരു ഓൾറൗണ്ടറാണ്. 2 വിക്കറ്റ്, പ്രധാനപ്പെട്ട 2 വിക്കറ്റുകൾ നേടി അവര് ഇംഗ്ലണ്ടിനെ കടപുഴക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ്. ഇങ്ങനെ വളരെ മികച്ച ഓൾറൗണ്ടർമാരുള്ള ഒരു മരിസ്മാനെ കാപ്പ് നമുക്ക് മറക്കാൻ പറ്റില്ല. മരിസ്നെ കാപ്പിന്റെ 5 വിക്കറ്റ് നേട്ടം, ഇതെല്ലാം ബൗളിംഗ് നിരയും ബാറ്റിംഗ് നിരയും ഒരുപോലെ ശക്തിപ്പെടുത്തുന്നതാണ്. അവരുടെ കൂടെ തസ്മിൻ ബ്രിഡ്സും ക്ലോഡ് റയോണിനെ പോലെയുള്ള ശക്തരായ ഓൾറൗണ്ടർമാർ കൂടി ചേരുന്നതോടെ വളരെ ശക്തമായ ഒരു ബാറ്റിംഗ് ബോളിംഗ് നിര തന്നെയാണ് അവർക്കുള്ളത്. പക്ഷേ അഞ്ജന പറയുകയാണ് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. മാരിസാനെ കാപ്പും നദീൻ ഡി ക്ലർക്കും ലോറ വോൾവാർട്ടും അടങ്ങുന്ന സംഘത്തെ പിടിച്ചു കെട്ടാൻ ഒരു ഇച്ചിരി വിയർപ്പൊഴുക്കേണ്ടി വരും ഹർമൻ പ്രീതും സംഘവും എന്ന് പറയുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി എസ് മനോജിലേക്ക് പോവുകയാണ്. നോക്കൂ, ദക്ഷിണാഫ്രിക്ക ഈ ലോകകപ്പിൽ തന്നെ 100-ൽ താഴെ 2 തവണ നമ്മൾ കണ്ടതാണ്. 100-ൽ താഴെ ഓൾ ഔട്ട് ആയ ഒരു ടീമാണ്. ഇന്ത്യയുടെ ബൗളിംഗ് നിരയെ ദക്ഷിണാഫ്രിക്ക എങ്ങനെ നേരിടും എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ രാധ യാദവ് കുറച്ച് എക്സ്പെൻസീവായി. ആ സ്ലോട്ടിലേക്ക് ഒരു പക്ഷേ സ്നേഹ റാണയുടെ പേര് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ബൗളർമാരുടെ റോള് ഇന്ന് എന്തായിരിക്കണം നമ്മുടെ ഇന്നത്തെ ഒരു സ്ട്രാറ്റജി? മഹേഷ്, ഇതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടോസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നവംബറിന്റെ ഒരു ആദ്യ തുടക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും മഞ്ഞ് വീഴുന്ന ഒരു സമയമാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് സെമി ഫൈനലിൽ ഓസ്ട്രേലിയ ടോസ് നേടിയിട്ട് ആദ്യം ബാറ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഡ്യൂ ആയിരുന്നു. നമ്മൾ ആ 2ാമത്തെ ഇന്നിങ്സിലേക്ക് ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അവരെപ്പോഴും ആ ഒരു ക്യാമറയിൽ കാണിച്ചുകൊണ്ടിരുന്ന ആ ഡ്യൂവിൻ്റെ എഫക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോസ് നിർണായകമാണ്. ആദ്യം ബൗൾ ചെയ്യുന്ന ടീമിന് ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടാവും. കാരണം 2ാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഡ്യൂ വരുന്നതോടുകൂടി ബാറ്റിംഗ് കുറച്ച് അനുകൂലമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് ഡ്യൂ ഉണ്ടാവും, അത് വേറൊരു വിഷയമാണ്. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ആ ഒരു ഡ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് വളരെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. സൗത്ത് ആഫ്രിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ മെൻസ് ടീം ആയിക്കോട്ടെ അവരുടെ വിമൻസ് ടീം ആയിക്കോട്ടെ എപ്പോഴും ഈ സ്പിന്നിനെതിരെ അത്ര നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാത്ത ഒരു ടീമാണ്. ഇന്ത്യൻ ടീം
ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മികച്ച ക്വാളിറ്റി ഉള്ള സ്പിന്നർമാരാണുള്ളത്. അതിൽ ഏറ്റവും മികച്ച ശ്രീ ചരണി എന്ന് പറയുന്ന സ്പിന്നർ എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ്. മറ്റൊരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ് രാധാ യാദവ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് നിറം മങ്ങിപ്പോയി. ആ ഒരു പൊസിഷനിലേക്ക് സ്നേഹറാണ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദീപ്തി ശർമ്മയും വളരെ വളരെ മികച്ച രീതിയിൽ ബൗൾ ചെയ്യുന്ന ഒരു സ്പിന്നറാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എക്സലന്റ് ആയിട്ടുള്ളൊരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴും ക്രാന്തി ഗൗഡും രേണുക സിംഗ് താക്കൂറും ഒക്കെ തന്നെ മികച്ച രീതിയിൽ ബൗൾ ചെയ്യുന്ന ബൗളർമാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു ജയം, അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്കുള്ള ഒരു അപ്പർ ഹാൻഡ് ഒന്നും നമുക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല. കാരണം കഴിഞ്ഞ മത്സരത്തിൽ പോലും ഈ ലീഗ് സ്റ്റേജിൽ പോലും ആ ഒരു നദീൻ ഡിക്ലർക്കിന്റെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സിന്റെ പിൻബലത്തിലാണ് അവർ ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കണ്ടീഷൻസിൽ കളിക്കുന്ന സമയത്ത് സ്പിന്നേഴ്സിനെ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരിക്കും.